ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ പല വീഡിയോകൾക്കും ഒക്കെ തന്നെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. UI UX ഡിസൈനിങ്ങിൻ്റെ കാലം കഴിഞ്ഞോ, അതായത് UI UX ഡിസൈൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞോ, ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള തോട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ തോട്ട്സുകളും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കമൻറ്റ് എങ്ങനെ വന്നു കൂടി എന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് എങ്ങനെയോ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പല പുതിയതായിട്ട് ഡിസൈനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർക്കിടയിലൊക്കെ തന്നെ വന്നു പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ കമൻറ്റുകൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ എന്ത് നെഗറ്റീവുകൾ പറഞ്ഞാലും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്തൊന്നും തന്നെ UI UX ഡിസൈൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി പോവില്ല. കാരണം അത്രത്തോളം സ്കോപ്പ്, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഫീൽഡിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരൊറ്റ വാക്കിൽ പറയാനുള്ള ഉത്തരം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ കയറി വരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ UI UXനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കാനും മനസ്സിലാക്കാനും അതിലേക്ക് ഇറങ്ങി വരാനും ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്ക്ഡൗൺ ടൈമിൽ ഈ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ നിൽക്കുന്ന പ്രിന്റ് മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ അടയ്ക്കുകയും വരുമാനമില്ലാതെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡിജിറ്റൽ വൽക്കരിച്ചുള്ള ഡിസൈനിങ്ങിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞു, വീണ്ടും എല്ലാം നോർമലായിട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയിൽ വീണ്ടും അവരവരുടെ സ്ഥാപനങ്ങൾ, അവരവരുടെ പ്രസ്സുകൾ, അവരവരുടെ സ്റ്റുഡിയോകളൊക്കെ തുറന്നു വീണ്ടും പോയി അവരവരുടെ സ്ഥിരം ജോലിയിലേക്ക് കയറി സ്ഥിരമായിട്ടൊരു ലൈഫ് സ്റ്റൈലിലേക്കും അവർ കയറി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രാഫിക് ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ നിൽക്കുന്ന മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള സമയവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ നേരത്തെയുള്ള ആ ഒരു ലോക്ക്ഡൗൺ ടൈമിലുണ്ടായിരുന്ന ആ ഒരു പീക്കായിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് അവയർനെസ് ഉണ്ടാക്കാനുള്ള ആൾക്കാരുടെ ഒരു ത്വരയായിരുന്നു ആ ഒരു സമയത്ത് ഇതിന് കൂടുതലായിട്ട് വാല്യൂ കൊടുത്തിരുന്നത്. പക്ഷേ എനിവേ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് മേഖലയിൽ ഒന്നിന് മിച്ചം ഒന്നൊന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഈ UI UX ഡിസൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ പീക്ക് ലെവലിലെത്തി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലും ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പോൾ ദയവേത് നിങ്ങൾ ഓർക്കുക, ഈ ഇൻഡസ്ട്രി നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകുമോ എന്നുള്ള ചിന്താഗതി വരുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടിൽ നിന്നാണ്. അത് ഏതൊരു ഇൻഡസ്ട്രി എടുത്തു നോക്കിയിരുന്നാലും, ഈ ഡിസൈനിങ് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏതൊരു ജോലി നിങ്ങൾ എടുത്തു നോക്കിയിരുന്നാലും ആ ഒരു മേഖലയിലെല്ലാം തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സ്കോപ്പുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം വരാനുള്ള സ്കോപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു മാറ്റത്തിനെ മറികടക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന മേഖല ഏതായിരുന്നാലും ആ ഒരു മേഖലയോടൊപ്പം തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് കൂടുതൽ അറിവുകൾ കാലത്തിനൊത്ത് നേടിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ. കാരണം 15 വർഷത്തിന് മുമ്പ് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോഷോപ്പുമായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലും ഇതേ സംശയം പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഉണ്ടാകുമോ, ഇനി ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒക്കെ സ്കോപ്പ് ഉണ്ടാകുമോ, ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നൊക്കെ. പക്ഷെ 15 വർഷം കഴിഞ്ഞപ്പോഴും ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ തന്നെ പിന്തുടർന്ന് പോകുന്നുണ്ട്. പക്ഷേ അതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന മേഖല ഏതായിരുന്നാലും അത് ഗ്രാഫിക് ഡിസൈനിങ് ആണോ അല്ലെങ്കിൽ മറ്റു നിങ്ങൾ എന്ത് ജോലി ആയിക്കോട്ടെ, അതിലുണ്ടാകുന്ന നെക്സ്റ്റ് ലെവൽ വളർച്ചകളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധിക്കുകയും അതിനൊത്ത് മുമ്പോട്ട് നമുക്ക് ആ ഒരു കാറ്റിനൊത്ത് തന്നെ വീശുന്നതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനും കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മാത്രം നിൽക്കാനായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ മേഖലയിൽ ചിലപ്പോൾ ഒരു ഡൗൺ ഉണ്ടായേക്കാം. അപ്പോൾ ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് വെബ് ഡിസൈനിങ്ങിലേക്ക് കയറേണ്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത് പതുക്കെ കൊണ്ട് UI എന്നും UX എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റികളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം ഈ മാറ്റങ്ങൾക്കൊത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലെ പുതിയ മേഖലകൾ കീഴടക്കാൻ കഴിയില്ല. അത് ഡിസൈനിങ് ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല, മറ്റെന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ എടുത്തു നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള കാർപ്പൻറ്റേഴ്സിനെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. പഴയ കാലത്തെ കാർപ്പൻറ്റേഴ്സ് ജോലികളല്ല അവരിപ്പോൾ ചെയ്യുന്നത്. പണ്ട് അവർ മാനുവലായി ചെയ്തിരുന്ന ജോലികളൊക്കെ ഇന്ന് മെഷീനറികളും മറ്റു കാരണം ഒരുപാട് മെഷീനറീസിൻ്റെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മെഷീനറിക്കൊത്ത് അവർക്ക് അതിലേക്ക് മാറാൻ കഴിയുന്നു. അവർക്ക് മെഷീൻ്റെ സഹായത്തോടു കൂടി പുതിയ ഡിസൈൻസുകളും മറ്റ് പുതിയ ഫർണിച്ചറുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാലത്തിനൊത്ത് മാറുന്നവർ മാത്രമേ അതിനൊത്ത് നിലനിൽക്കുകയുള്ളൂ.
അല്ലാതെ ഞാൻ മാനുവലായിട്ട് പഴയ രീതിയിൽ തന്നെ നിൽക്കും എന്നുള്ളൊരു വ്യവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അത് ഏത് ഇൻഡസ്ട്രി ആയാലും ഔട്ട്ഡേറ്റഡ് ആവുകയും അതിൽ നിന്ന് പുറത്ത് വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ UI UX എന്ന് പറയുന്ന ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസുകളും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് പുതിയ പുതിയ സ്കോപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിസർച്ച് ചെയ്യുന്നതിന്, ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മേഖലയിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു UI ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും കുറച്ച് മുമ്പോട്ട് ചിന്തിക്കേണ്ടി വരുന്ന കാലഘട്ടങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഡിസൈൻ ചെയ്യുന്നു. പക്ഷേ പല UI ഡിസൈനേഴ്സിനും ഇപ്പോഴും സ്മാർട്ട് വാച്ച് ഡിസൈൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തിപ്പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് അടുത്ത ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് AR VR, അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനിങ് വരുന്ന കാലഘട്ടത്തിലും അതിനോടൊത്ത് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്നോളജിക്കൊത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്ഡേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും, അത് ഡിസൈനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഒത്തുകൊണ്ട്, അതിൻ്റെ ടെക്നോളജിക്ക് ഒത്തുകൊണ്ട്, അതിൻ്റെ പുതിയ പുതിയ അറിവുകൾക്ക് ഒത്തുകൊണ്ട് നമുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ കറൻ്റ്ലി ഉള്ള ഒരു മേഖലയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിന് ഫ്യൂച്ചറിൽ അവസരമില്ല എന്നുള്ള ഒരു നെഗറ്റീവ് കണ്ടെത്തിക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം നമുക്കിഷ്ടപ്പെട്ട മേഖല ഏതാണോ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ പോസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കുകയും ആ നോളജുകൾക്കൊത്ത് നമ്മൾ മുന്നേറാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു ഡിസൈൻ ചാനൽ എന്ന നിലയിൽ എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ട് UI UXന് ഫ്യൂച്ചർ ഇല്ല എന്നോ അല്ലെങ്കിൽ ഈ ഒരു വർക്കിന് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ എവിടെ കേട്ടിരുന്നാലും അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒപ്പോസ് ചെയ്യുക. കാര്യം ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും അവസരങ്ങൾ ലോകത്തെമ്പാടുമായിട്ട് ഇപ്പോഴും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കൊള്ളുക. ഗൂഗിളിൽ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ കരിയർ ഫൗണ്ടറി, ഗ്ലാസ് ഡോർസ് ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് uxdesigners.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് വന്ന് നിങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള ആൾക്കാരുടെ UX ഡിസൈനേഴ്സിൻ്റെയൊക്കെ സാലറിയെക്കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് റിസർച്ച് ചെയ്യുക. ഇതൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ ശമ്പളത്തെക്കുറിച്ചും അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുകയും നിരന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടും. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്കോപ്പ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കരിയറിനെ കുറിച്ച് വിഷമിക്കുകയോ അല്ലെങ്കിൽ അറിയാകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അവസരങ്ങൾ മുമ്പിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. വരുന്ന അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പുതിയ അറിവിനൊത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് തോട്ടുകൾ മാറ്റുക. ധൈര്യമായിട്ട് നിങ്ങളുടെ UI UXിലുള്ള പഠനവും നിങ്ങളുടെ പുതിയ പുതിയ അറിവുകൾ നേടാനുള്ള ഒരു ത്വരയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നല്ലപോലെ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ഡിസൈനേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസൈനേഴ്സ്, ഈ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് വളരെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ എന്ത് കമൻ്റ് ആയിരുന്നല്ലോ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ കമൻ്റ് രേഖപ്പെടുത്തണം. അത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആയേക്കാം. അപ്പോൾ എനിവേ, ഇത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ഒരു അഭിപ്രായം നമുക്ക് കിട്ടാൻ വേണ്ടി മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എനിവേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണാം. ബൈ ഗൈസ്.